പയറ് അതേപോലെ കടല അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാവർക്കും അത് വരണം എന്നില്ല. ഡോക്ടർ, ഈ പയറുവർഗ്ഗങ്ങൾ, കടല, പയറ്, പരിപ്പ്, അതുപോലെ കിഴങ്ങ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാണ്, ഗ്യാസ് കയറി എന്നൊക്കെ പറയും. പക്ഷേ ഈ നോർമൽ ഫുഡ് കഴിച്ചാൽ പോലും ചിലർ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? പയറ് അതേപോലെ കടല അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാവർക്കും അത് വരണം എന്നില്ല. അത് പയറുവർഗ്ഗങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്, നമുക്കത് കഴിക്കണം തന്നെയാണ്. പക്ഷെ അത് ഓരോ കുക്കിങ്ങിലും അത് കഴിക്കേണ്ട സമയത്തൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊന്നും അല്ലാതെ ഗ്യാസ് വരുന്ന ആൾക്കാരുണ്ട്. അത് ഒരു പരിധി വരെ എനിക്കൊന്നൊരു പേഷ്യൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് കഴിച്ചാലും ഗ്യാസ് എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് വളരെയധികം എൻ്റെ പല കേസ് സ്റ്റഡികളിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് ഒരു ഭയങ്കര ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ടൊരു ഓവർ തിങ്ക് ചെയ്യുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വാത എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ ദോഷമുണ്ട്. ആ ദോഷം ഇംബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് ഫോർമേഷൻസ്. ഇപ്പം നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് നമ്മൾ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ നമ്മളൊരു ഗട്ടിന് നിങ്ങൾ മരുന്ന് കഴിക്കാൻ പോയാലും ഏത് ഡോക്ടറെ അടുത്ത് പോയാലും അവരൊരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു മെഡിസിൻ നിങ്ങൾക്ക് എന്തായാലും തരും. ഒരു ഗ്യാസ്ട്രോനെ കാണാൻ പോയി കഴിഞ്ഞാൽ തരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മൈൻഡുമായിട്ട് കണക്റ്റ് ആണ്. സെയിം തന്നെയാണ് ഗ്യാസ് റിപ്പീറ്റഡ് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡുമായിട്ട് കൂടി കുറച്ച് കണക്റ്റഡ് ആണ്. ഓവർ തിങ്കിങ്, സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളവർക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അതല്ലാതെയും നമ്മൾ ചിലപ്പോൾ അറിയില്ല നമുക്കിത് ഉണ്ടോ എന്നുള്ളത്, ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളത്. പക്ഷേ അതും ഒരു റൂട്ട് കോസ് തന്നെയാണ്.